നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജ് ആണ്. ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജ് ഈ പറഞ്ഞ പോലെ അതിലെ ലിസ്റ്റിലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ അതിൽ ലിസ്റ്റിലുള്ള ജോബ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ PR കിട്ടാവുന്ന രാജ്യം കൂടിയാണ് അയർലൻഡ്. അപ്പം ഏതൊക്കെ കോഴ്സുകളാണ് ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഡെഫിനറ്റ്ലി ഉണ്ട്, അതിൽ നഴ്സിംഗ് ഉണ്ട്, ഫാർമസി ഉണ്ട്, IT ഉണ്ട്, IT ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ BTech ആണെന്നുണ്ടെങ്കിൽ സിവില്, മെക്കാനിക്കല് ഇങ്ങനത്തെ ഫീൽഡുകളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഫിനാൻസിന്റെ കുറച്ച് പ്രൊഫഷൻസും അതിനകത്ത് വരുന്നുണ്ട്. അവരുടെ GDP ഒക്കെ ആക്ച്വലി വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ എങ്ങനെയാണ് ദുബായ്, അതുപോലെയാണ് യൂറോപ്പിൽ ഇപ്പം ഡബ്ലിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡബ്ലിനിൽ ധാരാളം അവസരങ്ങളുണ്ട്. ഈ പറയുന്ന കമ്പനികൾ തന്നെ ഏകദേശം 500ഓളം വലിയ മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉള്ളത് അയർലൻഡിലാണ്. അതിൽ തന്നെ ഏകദേശം എനിക്ക് തുടങ്ങി 75ഓളം ടോപ്പ് ഈ മെഡ്ടെക് കമ്പനികളൊക്കെ വരുന്നത് അയർലൻഡിൽ തന്നെ ഗാൽവേ എന്നൊരു സ്ഥലത്ത് മാത്രമാണ്. കൊച്ചു രാജ്യമാണ് അയർലൻഡ്. അതിലൊരു ചെറിയ സ്ഥലത്താണ് ഇത്രയും വലിയ കമ്പനികളുള്ളത്. ധാരാളം അവസരങ്ങളുണ്ട്. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ജനങ്ങൾ കുറവാണ്. അപ്പൊ അവർക്ക് പ്രൊഡക്ഷൻ ധാരാളം ഉണ്ട്. ഈ ഫാർമസി ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്പെസിഫൈഡ് ഒരു നീഷുള്ള കുറച്ച് ആൾക്കാർ വളരെ കുറവാണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ ഈ പറഞ്ഞ ഗ്രാജുവേറ്റ്സ് ഉണ്ട് അവിടെ. ഈ ഗ്രാജുവേറ്റ്സിന് ഒരുപക്ഷെ എംപ്ലോയബിലിറ്റി കുറച്ച് ഈസിയർ ആയിരിക്കും. ഈ അവസരങ്ങൾ അത് ജോലി അവസരങ്ങളോ പഠനാവസരങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് ഒരു B.Pharm അല്ലെങ്കിൽ FARMD പഠിച്ചവർക്ക് മാത്രമാണോ അതോ എല്ലാ സയൻസുകാർക്കും ഉണ്ടോ? എല്ലാ സയൻസുകാർക്കും ഉണ്ട്. എസ്പെഷ്യലി ഈ കെമിസ്ട്രി, ബോട്ടണി പഠിച്ച ആൾക്കാർക്ക് കൂടുതൽ അവസരങ്ങളുണ്ട്. മറ്റുള്ള സയൻസുകാർക്ക് ഈ പറഞ്ഞ ഫാർമസിയിൽ അവസരങ്ങളുണ്ട്. ഈ പറഞ്ഞ BTech ആണെങ്കിലും BSc ആണെങ്കിലും ബയോമെഡിക്കല് അതുപോലെ ബയോടെക്നോളജി ഈ കോഴ്സിൽ പഠിച്ച കുട്ടികൾക്കും ഫാർമസിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് എൻട്രി കിട്ടും. നമുക്ക് യൂണിവേഴ്സിറ്റികൾ വിത്തിൻ ഒരു 1 വീക്കിനുള്ളിലൊക്കെ ഓഫർ ലെറ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വിസ പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റുന്നതാണ്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം, ഇതിന്റെ എലിജിബിലിറ്റി IELTS അങ്ങനെ എന്തെങ്കിലും ആവശ്യമൊക്കെ ആയിട്ട് വരും? IELTS അവർ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് കൊറോണയ്ക്ക് ശേഷം അവർ നമുക്കൊരു ചെറിയ എക്സംഷൻ തന്നിട്ടില്ലെങ്കിൽ ഡ്യൂലിംഗോ എന്നുള്ള എക്സാം ചെയ്താലും മതി. ഡ്യൂലിംഗോ മതി, എളുപ്പമാണ്. 1-2 ദിവസം ട്രെയിനിങ് കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിന്റെയൊക്കെ ഡ്യൂറേഷൻ എത്രയായിരിക്കും? എന്ത് എക്സ്പെൻസ് വരും ഈ അയർലൻഡിലൊക്കെ പോയി ഇതൊക്കെ പഠിക്കുന്നത്? ഡ്യൂറേഷൻ മാസ്റ്റേഴ്സ് കോഴ്സിനെല്ലാം 1 വർഷം ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. അതായത് 12 മാസത്തെ ഡ്യൂറേഷൻ ആണ് വരുന്നത്. ഇതിന്റെ സ്റ്റേ ബാക്ക് 2 വർഷം കിട്ടും അവർക്ക്. ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ഓൺ ആൻ ആവറേജ് 12 lakhs അടുത്താണ് അവർക്ക് ട്യൂഷൻ ഫീസ് വരുന്നത്. 1 വർഷത്തെ കോസ്റ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടോട്ടൽ 1 ഇയർ PG മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണ്. അതെ. നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സയൻസ് വിഷയങ്ങളിൽ ഒരു ഗ്രാജുവേറ്റ് ആണോ? ഉദാഹരണത്തിന് BSc ബോട്ടണിയോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോമെഡിക്കൽ, ബയോ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കഴിഞ്ഞവരോ അല്ലെങ്കിൽ B.Pharm, FARMD പോലെയുള്ള ഫാർമസി പഠനങ്ങളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞവരാണോ? നിങ്ങൾക്കുള്ള ചില വിദേശ അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. വിദേശ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അയർലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലെ ചില അവസരങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഒട്ടനവധി അവസരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മേഖലകളിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളവർക്ക് കാര്യമായ അവസരങ്ങൾ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള വിദേശ അവസരങ്ങൾ തേടാവുന്നതാണ്. അപ്പോൾ ഈ അവസരങ്ങൾ എന്താണ് എന്നും എങ്ങനെ ആ അവസരങ്ങളിലേക്ക് എത്താം എന്നുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അല്പം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഈ മേഖലയിലെ ഒരു എക്സ്പേർട്ടിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇതേപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ തേടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ പല പ്ലേ ലിസ്റ്റുകളിലായി അങ്ങനെയുള്ള വീഡിയോകൾ നൽകിയിട്ടുണ്ട്. അതും പരിശോധിക്കാൻ മറക്കല്ല്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ സയൻസുകാർക്ക്, സയൻസിൽ തന്നെ ഏറ്റവും പ്രത്യേകിച്ച് ഈ ഫാർമസി അങ്ങനെയൊക്കെയുള്ള മേഖലയിലൊക്കെ ഉള്ളവർക്കുള്ള വിദേശ അവസരങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഈ മേഖലയിൽ ഒരു എക്സ്പെർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, മിസ്റ്റർ ജോസഫ് തരകൻ. സർ, വെൽക്കം ടു കരിയർ പാത്ത്. സാറ് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന JB EduFly എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ അവസരങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. സാറേ, ഈ സയൻസ് പ്രത്യേകിച്ച് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെയുള്ള കോഴ്സുകൾ, BSc അതല്ലെങ്കിൽ B.Pharm, FARMD പോലെയുള്ള കോഴ്സുകൾ, ഇങ്ങനത്തെ ഈ സയൻസ് മേഖലയിൽ പഠിച്ചവർക്ക് പൊതുവേ നമ്മുടെ നാട്ടിൽ അത്ര അങ്ങോട്ട് അവസരങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ വിദേശത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലും ഒക്കെ ഉള്ളത് സാർ ഒന്ന് സൂചിപ്പിക്കാമോ? യെസ് ഫാർമസി ഗ്രാജുവേറ്റ്സ് ഈ പറഞ്ഞ പോലെ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ പറയുമ്പം ഒരു എംപ്ലോയബിലിറ്റി എന്നുള്ള കൺസേൺസ് നോക്കുന്ന സമയത്ത്
ഇതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ധാരാളം ഗ്രാജുവേറ്റ്സ് വരുന്നുണ്ട്. ഇവർക്കൊക്കെയുള്ള ജോലി പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കേരളത്തില് ജോലി എല്ലാവർക്കും കിട്ടുന്നില്ല, പിന്നെ കിട്ടുന്നുണ്ട്. അവർ കുറച്ച് എൻഡ് അപ്പ് ചെയ്യുന്നത് അവർ പക്ഷേ ഫാർമസി ഈ പറഞ്ഞ പോലെ ഡിസ്പെൻസിങ്ങിലൊക്കെയാണ് പോകുന്നത്. പക്ഷേ പലരും ഈ പറഞ്ഞ പോലെ ഫാം ഡി പോലത്തെ കോഴ്സുകൾക്ക് 6 വർഷത്തെ കോഴ്സാണ്. ആക്ച്വലി ഒരു ഡോക്ടർക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഒക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. അവരുടെ ആഗ്രഹം ഒരു പക്ഷേ ഡോക്ടേഴ്സിന് റൗണ്ട്സിന് പോകാന്നുള്ളൊക്കെയാണ് ആഗ്രഹം. പക്ഷേ ഇത് എൻഡ് അപ്പ് ലൈക്ക് ഫാർമസി കൗണ്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. പലർക്കും ആഗ്രഹം ഈ പറഞ്ഞ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഈ ഡ്രഗ് ഡിസ്കവറി അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്പനികൾ കേരളത്തിലൊന്നും ഉണ്ട്, റിലേറ്റീവ്ലി കുറവാണെന്ന് മാത്രം. എനിക്കാണെങ്കിൽ ഒരു പക്ഷേ ബോംബെയിലും ഡൽഹിയിലൊക്കെ കാണാൻ വേണമെങ്കിൽ, പക്ഷെ നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ കോൺസെപ്റ്റ് നോക്കുമ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ ഗ്രാജുവേറ്റ്സിന് ഇനഫ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വിദേശത്തേക്കുള്ള കാര്യം ചിന്തിക്കുന്നത്. എങ്ങനെയാണ് വിദേശത്ത് ഇവർക്ക് നമ്മൾ ഡിമാൻഡ് ഉണ്ടോ? യെസ്, വിദേശത്ത് വളരെയധികം ഡിമാൻഡ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു നഴ്സിംഗിന്റെ കാര്യമാണ്. ഹെൽത്ത് കെയർ സെഗ്മെന്റ് എന്ന് പറയുന്ന നാട്ടിൽ നഴ്സിംഗ് മാത്രമേ അറിയുള്ളൂ. നഴ്സിംഗ് മാത്രമല്ല, നഴ്സിംഗിനൊപ്പം തന്നെ അതിനെക്കാട്ടും അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നിൽക്കാവുന്ന ഒരു ഫീൽഡാണ് ഈ പറയുന്ന ഫാർമസി എന്ന് പറയുന്നത്. ഈ ഫാർമസിയിലോട്ടും ധാരാളം റിക്വയർമെന്റുകൾ വിദേശത്തുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ നോക്കണം. നമുക്ക് ജോലി എവിടെയാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഫാർമസിയുടെ കാര്യങ്ങളാണ്, അതിന്റെ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമ്മൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന രാജ്യം US ആയിരിക്കാം. US ഏറ്റവും കൂടുതൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ഉള്ളത്. രണ്ടാമത് വരുന്ന രാജ്യം അയർലൻഡ് ആണ്. അപ്പം അയർലൻഡിൽ പോപ്പുലേഷൻ നമുക്ക് അറിയാതെ 40 ലക്ഷം ജനങ്ങളേ ഉള്ളൂ. US ഏകദേശം 33 കോടിയാണ്. അപ്പം അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് കൂടുതൽ അവസരങ്ങൾ ഒരു പക്ഷേ കിട്ടാൻ ചാൻസ് കൂടുതലുള്ളത് അയർലൻഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അയർലൻഡ് ഈ സയൻസുകാർക്ക് ഒരു നല്ല ഓപ്ഷനായിട്ട് സാറ് പറയുന്നു അല്ലേ, വിദേശ അവസരങ്ങളിലേക്ക് എത്താൻ. ഈ അയർലൻഡ് എന്തുകൊണ്ട് അതിൽ തന്നെ ഫാർമസി മേഖലയിലാണ് കൂടുതൽ അവസരങ്ങൾ അല്ലേ? അതെ, ഫാർമസിയിൽ ധാരാളം അവസരങ്ങളുണ്ട്. എന്തുകൊണ്ട് അയർലൻഡ് ഒരു ഈ ഫാർമസി മേഖലയിലൊക്കെയുള്ള ഒരു മെയിൻ ഹബ്ബായി മാറുന്നത്? അതൊരു സിമ്പിളാണ്. കാരണം അയർലൻഡ് കടമാൻ സബ്സിഡികൾ കൊടുക്കുന്നു, വലിയ കമ്പനികൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പം യൂറോപ്പിലാണ് അയർലൻഡെങ്കിൽ കൂടി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് അയർലൻഡ്. അപ്പം ഈ ഐലൻഡിൽ ഇവർ ആക്ച്വലി ഷെങ്കൻ സോണിൽ വരുന്ന രാജ്യമല്ല. ഇവർക്ക് ഇവരേതായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റ്സ് കൊടുക്കാനും സമൂഹം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ഐലൻഡ് ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ് അവർക്കുണ്ട്. അപ്പം അവർ ആക്ച്വലി അവരുടെ GDP ഒക്കെ ആക്ച്വലി വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ എങ്ങനെയാണ് ദുബായ്, അതുപോലെയാണ് യൂറോപ്പിൽ ഇപ്പം ഡബ്ലിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡബ്ലിനിൽ ധാരാളം അവസരങ്ങളുണ്ട്. ഈ പറയുന്ന കമ്പനികൾ തന്നെ ഏകദേശം 500ഓളം വലിയ മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉള്ളത് അയർലൻഡിലാണ്. അതിൽ തന്നെ ഏകദേശം എനിക്ക് തുടങ്ങി 75ഓളം ടോപ്പ് ഈ മെഡ്ടെക് കമ്പനികളൊക്കെ വരുന്നത് അയർലൻഡിൽ തന്നെ ഗാൽവേ എന്നൊരു സ്ഥലത്ത് മാത്രമാണ്. കൊച്ചു രാജ്യമാണ് അയർലൻഡ്, അതിലൊരു ചെറിയ സ്ഥലത്താണ് ഇത്രയും വലിയ കമ്പനികളുള്ളത്. ധാരാളം അവസരങ്ങളുണ്ട്. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ജനങ്ങൾ കുറവാണ്, അപ്പൊ അവർക്ക് പ്രൊഡക്ഷൻ ധാരാളം ഉണ്ട്. ഈ ഫാർമസി ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്പെസിഫൈഡ് ഒരു നീഷുള്ള കുറച്ച് ആൾക്കാർ വളരെ കുറവാണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ ഈ പറഞ്ഞ ഗ്രാജുവേറ്റ്സ് ഉണ്ട് അവിടെ. ഈ ഗ്രാജുവേറ്റ്സിന് ഒരുപക്ഷെ എംപ്ലോയ്മെന്റ് കുറച്ച് ഈസിയർ ആയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ. അപ്പോൾ അവർക്ക് അയർലൻഡിലെ അവസരങ്ങളിലേക്ക് ചിന്തിക്കാം. അപ്പോൾ എന്റെ ചോദ്യം, ഈ അവസരങ്ങൾ അത് ജോലി അവസരങ്ങളോ പഠനാവസരങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് ഒരു B.Pharm അല്ലെങ്കിൽ ഫാം ഡിയോ പഠിച്ചവർക്ക് മാത്രമാണോ അതോ എല്ലാ സയൻസുകാർക്കും ഉണ്ടോ? എല്ലാ സയൻസുകാർക്കും ഉണ്ട്. എസ്പെഷ്യലി ഈ കെമിസ്ട്രി ബോട്ടണി പഠിച്ച ആൾക്കാർക്ക് കൂടുതൽ അവസരങ്ങളുണ്ട്. മറ്റുള്ള സയൻസുകാർക്ക് ഈ പറഞ്ഞ ഫാർമസിയിൽ അവസരങ്ങളുണ്ട്. ഈ പറഞ്ഞ B.Tech ആണെങ്കിലും BSc ആണെങ്കിലും ബയോമെഡിക്കല് അതുപോലെ ബയോടെക്നോളജി ഈ കോഴ്സിൽ പഠിച്ച കുട്ടികൾക്കും ഫാർമസിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് എൻട്രി കിട്ടും. ഓബിയസ്ലി B.Techും ഫാം ഡിയും അവർക്കാണ് കൂടുതൽ പ്രൊഡക്ഷനിലേക്കും മറ്റൊക്കെ പോകാനായിട്ട് കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം അയർലൻഡിലേക്ക് നേരിട്ട് ഒരു മൈഗ്രേഷൻ ചാൻസസ് കുറവായിരിക്കും അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ അവസരങ്ങളിൽ ഈ അയർലൻഡിലെ ഈ ഫാർമ മേഖലയിലെ വമ്പൻ അവസരങ്ങളിലേക്ക് ഈ ഫാം ഡിയോ B.Pharm പഠിച്ചവർക്ക് മാത്രമല്ല, ഒരു സയൻസ് ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ പഠിച്ചവർക്ക് എങ്ങനെ ഈ അവസരങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റും? ഈ അയർലൻഡിലേക്ക് ബേസിക്കലി എമിഗ്രേഷൻ അല്ലെങ്കിൽ PR ഇങ്ങനത്തെ കോൺസെപ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജ് ആണ്. ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജ് ഈ പറഞ്ഞ പോലെ അതിൽ ലിസ്റ്റിലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ അതിൽ ലിസ്റ്റിലുള്ള ജോബ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ PR കിട്ടാവുന്ന രാജ്യം കൂടിയാണ് അയർലൻഡ്. അപ്പം ഏതൊക്കെ കോഴ്സുകളാണ് ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഡെഫിനറ്റ്ലി ഉണ്ട്, അതിൽ നഴ്സിംഗ് ഉണ്ട്, ഫാർമസി ഉണ്ട്, IT ഉണ്ട്, IT ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ B.Tech ആണെന്നുണ്ടെങ്കിൽ സിവില്, മെക്കാനിക്കല് ഇങ്ങനത്തെ ഫീൽഡുകളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഫിനാൻസിന്റെ കുറച്ച് പ്രൊഫഷൻസും അതിനകത്ത് വരുന്നുണ്ട്. ഈ കോഴ്സുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എമിഗ്രേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചും ഈസിയർ ആയിരിക്കും. ഓക്കെ, അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കുന്നത് ഈ സയൻസ് പഠിച്ചവർക്ക് IT അങ്ങനത്തെ അവസരങ്ങൾ അവിടെ നിൽക്കട്ടെ, ഈ ഫാർമയിലാണല്ലോ ഏറ്റവും കൂടുതൽ അവസരം. ഈ ഫാർമയിലെ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട്
പഠനത്തിനായിട്ട് അവിടെ ചെന്ന് ജോലി അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് എന്തൊക്കെ പഠന അവസരങ്ങൾ അവിടെയുണ്ട്? ഓക്കെ, പഠന അവസരങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ പഠന അവസരങ്ങൾ എന്ന് പറയുന്നത് ഗ്ലോബലാണ്. അതായത് ഈ പറയുന്ന ക്ലിനിക്കലായിട്ടുള്ള കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്, ഇൻഡസ്ട്രിയിലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ 3 മേഖലയും ഒരല്പം കൂടി ഒന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിനിക്കൽ ഫാർമസി എന്ന് പറഞ്ഞെങ്കിൽ പ്യൂർ ആയിട്ട് നമ്മുടെ മെഡിസിൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഫാർമസി മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിൽ തന്നെ കുറച്ചധികം ഡീറ്റെയിൽസ് ഉണ്ട്. കാരണം ഇവരുടെ സ്റ്റോക്ക് കീപ്പിംഗ് ഉണ്ട്, ഇതിൽ പറഞ്ഞ പോലെ ഇതിന്റെ എക്സ്പയറി നോക്കി അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കോഴ്സുകൾ എടുക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് MSc ഫാർമസി എടുക്കാവുന്നതാണ്, അതല്ലെങ്കിൽ ക്ലിനിക്കൽ ഫാർമസി എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത്, ഇങ്ങനത്തെ പ്രോഗ്രാംസ് അവർക്ക് എടുക്കാവുന്നതാണ്. ഇത് മൂന്നും പ്യുവർ ടിപ്പിക്കൽ ആയിട്ടുള്ള മെഡിസിൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ക്ലിനിക്കൽ ആയിട്ടുള്ള ഇവർക്ക് അവസരങ്ങൾ കൂടുതലും ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫാർമസി ഡിസ്പെൻസറികളിലാണ് അവർക്ക് കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കുക. ഇനി വരുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളാണ്. അത് പറഞ്ഞ ഹെൽത്ത് കെയർ മാനേജ്മെന്റും ഒരു പരിധി വരെ ഈ പറഞ്ഞ പബ്ലിക് ഹെൽത്തിന്റെ കോഴ്സുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ അവർക്ക് ജോലി സാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ അയർലൻഡിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അയർലൻഡിൽ അറിയാം, നേരത്തെ പറഞ്ഞ കൊച്ചു രാജ്യമാണ്, അവിടെ പ്രൊഡക്ഷനാണ് കൂടുതൽ നടക്കുന്നത്. അവിടുത്തെ പോപ്പുലേഷൻ കുറവായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നത് ഒരുപക്ഷെ റിലേറ്റീവ്ലി കുറവായിരിക്കാം ആൾക്കാർ. അത്രമാത്രം അവസരങ്ങൾ വരണമെന്നില്ല. ഇൻ കേസ് നിങ്ങൾ ക്ലിനിക്കലായിട്ട് പോകേണ്ട ആൾക്കാരും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ UK അതുപോലെ തന്നെ ഓസ്ട്രേലിയയൊക്കെ ആയിരിക്കാം. നിങ്ങൾ ഇൻഡസ്ട്രിയൽ ഫാർമസി വരുമ്പോഴാണ് ഈ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അതിലേക്ക് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ ഫാർമസി മേഖലയിലാണ് അയർലൻഡിൽ ഏറ്റവും കൂടുതൽ അവസരം. അതെ, ഇൻഡസ്ട്രിയൽ ഫാർമസിയിലാണ് കൂടുതൽ അവസരങ്ങൾ വരുന്നത്. അതിൽ ഒബിയസ്ലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാർമസിയിൽ ഡ്രഗ്സ് മാനുഫാക്ചറിങ് വരുന്നുണ്ട്, ഡ്രഗ് ഡിസ്കവറി വരുന്നുണ്ട്, റെഗുലേറ്ററി അഫയേഴ്സ് വരുന്നുണ്ട്. ഇത് മൂന്നിന്റെ സെഗ്മെന്റ് എങ്കിൽ മെഡിസിൻ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് നമ്മൾ പല കോമ്പിനേഷൻ വെച്ചിട്ടാണല്ലോ മെഡിസിൻ ഉണ്ടാക്കുന്നത്. ഇതിന്റെ കോമ്പിനേഷൻസും ഇത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ ഇത് മാർക്കറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഏതൊക്കെ റെഗുലേഷൻസ് തന്നെ വെക്കണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത്, ഈ റെഗുലേഷൻസ് വരുന്നതാണ്. അപ്പൊ ഇത് മൂന്നും പ്യൂർ ആയിട്ട് പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ക്വാളിറ്റി അഷുറൻസ് പോലത്തെ, ക്വാളിറ്റി കൺട്രോൾ പോലത്തെ ജോബുകളൊക്കെ ധാരാളം ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറെ ഗവൺമെന്റ് ജോലികളും ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാവുന്ന കോഴ്സുകൾ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ടെക്നോളജി പോലത്തെ കോഴ്സുകളുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സുകളുണ്ട്. ഇതിൽ ഈ കോഴ്സുകൾ ജനറൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് അവർക്ക് എല്ലാത്തിനും ഒരു അവയർനെസ് ഉണ്ടാവുന്നു. അതായത് നമ്മൾ ഇപ്പൊ നേരത്തെ പറയുന്ന മാനുഫാക്ചറിംഗ് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും പറ്റി അവയർനെസ് കൊടുക്കുന്ന ഒരു കോഴ്സാണ്. ഇതിനും ധാരാളം റിക്വയർമെന്റ്സ് ജോലിക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി വരുന്ന 2 സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് മെഡിക്കൽ ഡിവൈസ് ടെക്നോളജിയാണ്. മെഡിക്കൽ ഡിവൈസ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മളുടെ മെഡിക്കൽ ഡിവൈസുകൾ, അതെ, അതിന്റെ മാനുഫാക്ചറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ അയർലൻഡിന് പ്രോമിനൻസ് വരുന്നതെങ്കിൽ നമ്മൾ സാധാരണ പെട്ടെന്ന് മനസ്സിലാവുന്നെങ്കിൽ സ്റ്റെന്റുകൾ അല്ലെങ്കിൽ വെന്റിലേറ്റർ, ഇതിന്റെ ഒരു 60% പ്രൊഡ്യൂസ് ചെയ്യുന്നത് അയർലൻഡ് തന്നെയാണ്. അതെ, അപ്പൊ നമുക്ക് സ്റ്റെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പോലും വളരെ പോപ്പുലർ ആയി, കാരണം എല്ലാവർക്കും അറിയാം ഇതിന്റെ ഇത്രയും പ്രൊഡക്ഷൻ നടക്കുന്ന ഇവിടെ നമുക്ക് പലർക്കും അറിയണ്ടായിരുന്നില്ല. ഇതും അയർലൻഡിൽ തന്നെ ഒരു കൊച്ചു സ്ഥലമുണ്ട്, ഗാൽവേ എന്ന് പറഞ്ഞിട്ട് കൊച്ചു സ്ഥലമാണ്. ഡബ്ലിനാണ് അവിടുത്തെ വലിയ സിറ്റി. ഈ ഗാൽവേയിലാണ് ഇതിന്റെ ഏകദേശം ഒരു 75% കമ്പനികളുള്ളത്. അപ്പം വളരെ സാധ്യതകൾ നിങ്ങൾക്ക് ഈ പറയുന്ന അയർലൻഡിൽ കിട്ടും, ഗാൽവേയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് അയർലൻഡ് മാത്രം ചൂസ് ചെയ്താൽ പോരാ, നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ഏരിയാസും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ച് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാനുമുള്ള അവസരങ്ങൾ കൂടുതലാണ്. ഇനി ഈ പറയുന്ന പോലെ അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ്, ട്രാൻസ്ഫോർമേഷൻ ടെക്നോളജിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി നമ്മളുടെ IT കണക്ട് ചെയ്തിട്ടുള്ള ഫാർമസി മാത്രമേ ഉള്ള അർത്ഥം. അതായത് ഫാർമസി നമ്മൾ പഠിക്കുന്നു, ഇതെല്ലാം ഡാറ്റ അനലിറ്റിക്സ് കണക്ട് ചെയ്തിട്ടുള്ള ഫാർമസിയാണ്. കാരണം ഇനിയത്തെ വേൾഡില് ഈ പറഞ്ഞ പോലെ നമുക്ക് മരുന്നുകൾ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ഈ മരുന്നുകളുടെ റിസർച്ച് മാത്രം നടന്നാൽ പോരാ, ഇതിന്റെ ഒക്കെ ഒരു കമ്പാരിസൺ കൂടി നടക്കണം. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സിന്റെ ആൾക്കാരെ വിളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഫാർമസി ആദ്യം പഠിക്കേണ്ടി വരും. IT മേഖലയിലും മേഖലയിലൂടെ താല്പര്യമുള്ളവർക്ക് അങ്ങനത്തെ ആൾക്കാരാണ് ഈ കോഴ്സ് എടുക്കേണ്ടത്. ഇത് കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ടുള്ള ജോബാണ്. അപ്പം ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും ഏറ്റവും കൂടുതൽ നടക്കുന്നത് US കഴിഞ്ഞാൽ നടക്കുന്ന അയർലൻഡിലാണ്. അപ്പോൾ ധാരാളം റിക്വയർമെന്റ്സ് റിസർച്ച് ഡെവലപ്മെന്റ് സെഗ്മെന്റിൽ വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അതിലേക്കും കുട്ടികൾക്ക് ധാരാളം അവസരങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ലൈക്ക് വി ക്യാൻ സേ ഓൾമോസ്റ്റ് ജോബ് ഗ്യാരണ്ടീഡ് ആണ്. കുട്ടികൾക്ക് നമ്മളുടെ ഒരു അറിവിൽ അയർലൻഡിലേക്ക് പോയിട്ടുള്ള ആൾക്കാരും തിരിച്ച് ജോലിയായിട്ട് വന്നിട്ടില്ല. ഓൾമോസ്റ്റ് 99% ആൾക്കാർക്കും അവിടെ ജോലി കിട്ടുന്ന ജോലികൾ തന്നെയാണ്. അപ്പം ധൈര്യമായിട്ട് നമുക്ക് കുട്ടികളെ വിടാം. ഇതിന്റെ കോസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ 1 വർഷമേ കോസ്റ്റ് വരുന്നുള്ളൂ. അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ സാർ ഇപ്പം കുറേ ഏരിയാസ് പറഞ്ഞല്ലോ, ഇതൊക്കെ പഠിക്കാനായിട്ട്
എന്താണ് അതിൻ്റെ ഒരു എലിജിബിലിറ്റി? യെസ്, സയൻസ് ഗ്രാജുവേറ്റ്സ്, എല്ലാ സയൻസ് ഗ്രാജുവേറ്റ്സിനും ഇത് എലിജിബിൾ ആണ്. ഇതിൽ തന്നെ കെമിസ്ട്രി, ബോട്ടണി പഠിച്ച BSc കെമിസ്ട്രി, BSc ബോട്ടണി ഇത് പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിന്റെ മാനുഫാക്ചറിംഗ് സൈഡിലേക്ക് ഉള്ള ഡയറക്റ്റ് ആയിട്ട് കോഴ്സുകൾക്ക് എൻട്രിയും കിട്ടും. ഓക്കെ, പിന്നെയുള്ളത് നമ്മളെ BSc ആയാലും BTech ആണെങ്കിലും കുഴപ്പമില്ല, ബയോടെക്നോളജി അതുപോലെ തന്നെ ബയോമെഡിക്കൽ ഈ കോഴ്സ് പഠിച്ച കുട്ടികൾക്കും പറ്റും. പിന്നെ OBS ആയിട്ട് B.Pharm, അതെ, ഫാം ഡി ഇങ്ങനത്തെ കോഴ്സുകൾ. അപ്പോൾ ഇതൊക്കെ പഠിച്ചവർക്ക്, പ്രത്യേകിച്ച് സയൻസ് പഠിച്ചവർക്ക് ഇങ്ങനെയൊക്കെ പോകാം. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ എത്രയായിരിക്കും? എന്ത് എക്സ്പെൻസ് വരും ഈ അയർലൻഡിലൊക്കെ പോയി ഇതൊക്കെ പഠിക്കുന്നത്? ഡ്യൂറേഷൻ മാസ്റ്റേഴ്സ് കോഴ്സിനെല്ലാം 1 വർഷം ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. അതായത് 12 മാസത്തെ ഡ്യൂറേഷൻ ആണ് വരുന്നത്. ഇതിന്റെ സ്റ്റേ ബാക്ക് 2 വർഷം കിട്ടും അവർക്ക്. ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ഓൺ ആൻ ആവറേജ് 12 lakhs അടുത്താണ് അവർക്ക് ട്യൂഷൻ ഫീസ് വരുന്നത്. 1 വർഷത്തെ കോസ്റ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടോട്ടൽ 1 year PG മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണ്. അതെ 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 അതെ. അപ്പോൾ 12 lakhിൽ തീരും. അയർലൻഡിന്റെ വിസ പ്രോസസ്സ് കുറച്ചും കൂടി കമ്പർസമാണ്. അപ്പോൾ ഒരു കുറച്ച് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അയർലൻഡ് വിസ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അയർലൻഡിന്റെ വിസ എന്ന് പറയുമ്പോൾ ട്യൂഷൻ ഫീസ് അടച്ചാൽ മാത്രം പോരാ, നമുക്ക് അതിന്റെ ഫണ്ട് മാനേജ്മെന്റ് കുറച്ച് കാര്യമായിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന്റെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് കെയർഫുൾ ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്കുള്ള സ്റ്റുഡന്റ് ആയിരിക്കാം, നമുക്ക് ഈ ഫിനാൻഷ്യൽ നല്ലതായിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരു വിസ ഓഫീസറിനെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫർട്ട് മുഴുവൻ വേസ്റ്റ് ആയി പോകും. അപ്പോൾ അതിനുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ ഏകദേശം ഒരു 10-500 കുട്ടികൾക്ക് ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നമ്മൾ അഡ്മിഷൻ കൊടുത്തിട്ടുള്ള കാരണം നമുക്ക് അതിന്റെ പ്രോസസ് എല്ലാം അറിയാം. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പാരന്റ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം മുതൽ ചെയ്ത് കഴിഞ്ഞാൽ വിസയ്ക്ക് പോകുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ലാസ്റ്റ് മൊമെന്റിലേക്ക് പോകുമ്പോഴാണ് ഈ പറയുന്ന കൺഫ്യൂഷൻസും ഒരു പക്ഷേ നമ്മളുടെ ഒരു നെഗ്ലിജൻസ് കാരണം ഒരു വിസ റിജക്ഷൻ വരാനുള്ള കാരണവും വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്ന് മുൻകൂട്ടി കണ്ടിട്ട് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫിനാൻഷ്യൽ ഒരു അഡ്വൈസ് എടുത്തു കഴിഞ്ഞാൽ അയർലൻഡിലേക്കുള്ള വിസ പ്രോസസ്സും ത്രൂ ആവും. ഓക്കെ, അപ്പം ഈ സ്റ്റുഡൻസ് അവിടെ ചെല്ലുന്നു, ഈ കോഴ്സുകൾ ചെയ്യുന്നു, ചെയ്തു കഴിഞ്ഞ് ആ രാജ്യത്ത്, ഇതാണല്ലോ അവരുടെ മെയിൻ ലക്ഷ്യം, ആ രാജ്യത്ത് തുടരാനായിട്ടുള്ള. അപ്പോൾ അവിടെ ഒരു പെർമനന്റ് റെസിഡൻസ് ഒക്കെ ലേക്കൊക്കെ എത്തുവാനായിട്ട് അതിന്റെ ചാൻസസ് ഒക്കെ എങ്ങനെയാണ്, അല്ലെ സ്റ്റേ ബാക്ക് ചാൻസസ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റേ ബാക്ക് 2 വർഷമാണ്. നമുക്ക് 1 വർഷം കൊണ്ട് പഠനം കഴിയുന്നു, പിന്നെ 2 വർഷം നമുക്ക് സ്റ്റേ ബാക്ക് ഉണ്ട്. ഈ സമയത്ത് നമുക്ക് ജോലിയിൽ അന്വേഷിക്കാം, നമുക്ക് ഏതെങ്കിലും ജോലിക്ക് കയറാം. നിങ്ങൾ കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും മാറിയിട്ട് വേറെ ജോലിക്ക് പ്രവേശിക്കാം. ഇതിനുള്ള അവസരമാണ് അത് തരുന്നത്. നമുക്ക് സാധാരണ നിലയ്ക്ക് ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജിൽ ഉള്ള ജോലികൾക്ക് നമ്മൾ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വർഷത്തെ ഫസ്റ്റ് ടെന്യൂർ കഴിഞ്ഞോടുകൂടി നമുക്ക് PR എലിജിബിൾ ആണ്. ഇൻ കേസ് നമ്മൾ ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജിലുള്ള പ്രൊഫഷണലായിരിക്കും കയറേണ്ടത്. ഇൻ കേസ് അങ്ങനത്തെ പ്രൊഫഷൻ അല്ല കയറുന്നതെങ്കിൽ നമുക്ക് 2+2 4 വർഷം കൊണ്ട് നമുക്ക് PR എലിജിബിൾ ആയിരിക്കും. നമുക്ക് ഇയർലി സാലറി വേണ്ടത് 32,000 euros ആണ് ഇയർലി സാലറി. നമുക്ക് അങ്ങനെയുള്ള സാലറി ഉള്ള ഒരു ജോലി കിട്ടുവാണെങ്കിൽ നിങ്ങൾ PR-ലേക്ക് നിങ്ങൾക്ക് പോയിട്ട് രാജ്യത്ത് തന്നെ തുടരാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ അവര് എപ്പോഴായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്? ത്രൂ ഔട്ട് ദ ഇയർ ആപ്ലിക്കേഷൻ പ്രോസസ് ആക്സെപ്റ്റ് ചെയ്യുമോ അതോ ഇൻടേക്കിനൊരു സ്പെസിഫിക് ടൈം ഉണ്ടോ? എങ്ങനെയാണ് ആ പ്രോസസ്സിലൂടെ ഒന്ന് സൂചിപ്പിക്കുക? ഷുവർ. 2 ഇൻടേക്കാണ് മേജറായിട്ട് അയർലൻഡിലുള്ളത്. അതിലത്തെ മേജർ ഇൻടേക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും. രണ്ടാമത്തെ അഡ്മിഷൻ ടൈം എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി സമയത്തായിരിക്കും. ഇത് മിക്കവാറും ഒരു ജനുവരിയിലത്തെ ഇൻടേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ സെപ്റ്റംബറിലേക്കുള്ളത് ഓപ്പൺ ആക്കി വെക്കും. സെപ്റ്റംബർ ഇൻടേക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ ത്രൂ ഔട്ട് ദി ഇയർ അവർക്ക് അപ്ലൈ ചെയ്യാം. മിക്കവാറും യൂണിവേഴ്സിറ്റികളൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ, നമുക്കൊന്നും ലോസ് നമുക്ക് സംഭവിക്കുന്നില്ല. നമുക്ക് യൂണിവേഴ്സിറ്റികൾ വിത്തിൻ ഒരു 1 വീക്കിനുള്ളിലൊക്കെ ഓഫർ ലെറ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വിസ പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റുന്നതാണ്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം, ഇതിന്റെ എലിജിബിലിറ്റി IELTS അങ്ങനെ എന്തെങ്കിലും ആവശ്യമൊക്കെ ആയിട്ട് വരും? IELTS അവർ പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് കൊറോണയ്ക്ക് ശേഷം അവർ നമുക്ക് ഒരു ചെറിയ എക്സംഷൻ തന്നിട്ടില്ലെങ്കിൽ ഡ്യൂലിംഗോ എന്നുള്ള എക്സാം ചെയ്താലും മതി. എളുപ്പമാണ്. 1-2 ദിവസം ട്രെയിനിങ് കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഡ്യൂലിംഗോന്റെ എക്സാം ആണെങ്കിലും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. 60% മിനിമം മാർക്ക് വേണം ഇവിടെ യൂണിവേഴ്സിറ്റികളിലും വേണം. യൂണിവേഴ്സിറ്റികൾ നമ്മൾ കൂടുതലും സംസാരിക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഗാൽവേ അല്ലെങ്കിൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഷാനൻ പോലത്തെ യൂണിവേഴ്സിറ്റികളുണ്ട്, അല്ലെങ്കിൽ ഗ്രിഫിത്ത് കോളേജ് ഉണ്ട്. ഇങ്ങനത്തെ കോളേജുകളാണ് ഫാർമസി കോഴ്സുകൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ എല്ലായിടത്തും അഡ്മിഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ അറിയാമല്ലോ, ഈ ഫാർമസിയെ പറ്റി നമ്മൾ ഇത്രയും സംസാരിച്ചപ്പോൾ നമുക്കറിയാം ഇത്രമാത്രം ഗ്രാജുവേറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഡെസ്റ്റിനേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിഷൻസ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻ കേസ് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ലാസ്റ്റ് സെം റിസൾട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ അതിന് മുമ്പുള്ള എല്ലാ മാർക്ക് ലിസ്റ്റിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ മേടിച്ച് വെക്കാം. നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് വന്നിട്ട് വിസയ്ക്ക് പോകാൻ പറ്റുള്ളൂ, പക്ഷെ അത് വരെ കലകാലം ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്രയും നല്ലതാണ് ഫാർമസി കോഴ്സുകൾക്ക്. കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു വർഷം നമുക്ക് സെപ്റ്റംബർ ഇൻടേക്ക് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജനുവരിയിലേക്ക് നോക്കേണ്ടി വരാം. അത് കാരണം ആസ് ഏർലി ആസ് ബെറ്റർ എന്നുള്ളതാണ് ഫാർമസി കോഴ്സുകളെ സംബന്ധിച്ചോളം അയർലൻഡിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായാലും സയൻസ് ഗ്രാജുവേറ്റ്സിന് പ്രത്യേകിച്ച് അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗുകാർക്കും ഒക്കെ
സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അവസരം, പ്രത്യേകിച്ച് ഒരു വിദേശ അവസരം ചൂണ്ടിക്കാട്ടി തന്നതിന് പ്രത്യേക നന്ദി അറിയിക്കട്ടെ. താങ്ക് യു. അപ്പം സയൻസ് ഗ്രാജുവേറ്റ്സിന് വിദേശത്ത് പ്രത്യേകിച്ച് അയർലൻഡിലൊക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, അത് തൊഴിലവസരവും പഠന അവസരവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജോസഫ് സാറിൻ്റെ JB എഡ്യൂഫ്ലൈയുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. കൂടാതെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒരു ലിങ്ക് നൽകിയേക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ അവരുടെ ടീമിൽ നിന്ന് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാനായിട്ട് കഴിയും. ഏതായാലും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ അവസരങ്ങൾ കുറവാണെങ്കിലും ലോകത്തെമ്പാടും ലഭ്യമായിരിക്കുന്ന ഇങ്ങനെയുള്ള അവസരങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. നിങ്ങൾ കൂട്ടുകാർ, പ്രത്യേകിച്ച് ഈ സയൻസ് പഠിച്ചവർ അല്ലെങ്കിൽ ഈ ഫാർമ മേഖലയിലൊക്കെ അവസരങ്ങൾ തേടുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.